ഹായ്, നമസ്കാരം. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, ഞാനിന്ന് വേറൊരാളെയും കൂടിയും പരിചയപ്പെടുത്തി തരും. കാരണം ശാന്തിവിള ദിനേശേട്ടൻ്റെ ഞാൻ ഇപ്പോഴും പറയണത് ഇതൊരു ഇൻ്റർവ്യൂ അല്ല, ഇതൊരു സ്നേഹ സംഭാഷണമാണ്. എനിക്ക് അടുത്തറിയാവുന്ന ചില കലാകാരന്മാരായിട്ടുള്ള ഒരു സ്നേഹ സംഭാഷണം മാത്രമാണ്. അറിയാത്തവരോടാണെങ്കിൽ നമുക്ക് ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ആലോചിച്ചു, എനിക്ക് കുറേ ഇങ്ങനെ മെസ്സേജുകളും കുറേ പേര് എന്നോട് നേരിട്ട് കാണുമ്പോൾ പറയുന്നു, എന്തുകൊണ്ടാണ് സിനിമയിലും സീരിയലിലും ഒരു സമയത്ത് കത്തി നിന്നിട്ട് ഇപ്പോൾ ഒന്ന് മാറി നിൽക്കുന്നവരെക്കുറിച്ച് പറയാത്ത എന്തെന്ന്. അപ്പോൾ ഞാൻ വെച്ചാൽ ശരിയാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഒരു സിനിമയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു കലാകാരൻ, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് നമുക്ക് നേരിട്ട് തന്നെ ചോദിക്കാം. എന്തായാലും ഞാൻ അദ്ദേഹത്തിനെ ഇപ്പം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതാണ്. കണ്ണൻ ചേട്ടാ, നമസ്കാരം. അതെ അതെ അതെ, നേരിട്ട് കണ്ടിട്ട് ഒരുപാട് നാളായി. ഒത്തിരി കാലമായി വിളിക്കാറുണ്ട്. അമ്മയുടെ മീറ്റിംഗ്. അതെ, ഇദ്ദേഹം ധനം സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം. ലാലേട്ടൻ, മുരളിച്ചേട്ടൻ, ചാർമിള, ആ സിനിമയിൽ ഒരു വില്ലനായിരുന്നു, മെയിൻ വില്ലനായിരുന്നു. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ചേട്ടൻ തന്നെ യഥാർത്ഥ പേര് രാജീവ് രാജഗോപാൽ എന്നാണ്. പക്ഷെ വർഷങ്ങളായിട്ട് അറിയപ്പെടുന്നത് ധനം കണ്ണൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, ധനം സിനിമയിലെ വില്ലനായിട്ട് അഭിനയിച്ചത് കൊണ്ട്. പക്ഷെ ചേട്ടൻ ആദ്യത്തെ സിനിമ ധനം കൂടിയോണ്ടാണെന്നും പറയുന്നുണ്ട്. ചേട്ടന്റെ ആദ്യത്തെ സിനിമ മലയാളം അല്ലല്ല. എൻ്റെ ആദ്യത്തെ പടം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ കടൽക്കാക്കകൾ, നമ്മുടെ മധുകർവങ്കര ഡയറക്റ്റ് ചെയ്ത് ബാബി യോസഫ് ഡയറക്റ്റ് ചെയ്ത പടമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തമിഴ് നായകനായിട്ടാണ് വരുന്നത്, അതും രഘുവരന് പകരക്കാരനായിട്ടാണ്. പൂക്കൊരു വാഴ്വ്, അതും രസകരമായൊരു കഥയാണ്. അപ്പം ഞാൻ പണ്ട് ചെന്നൈയിൽ താമസിക്കുന്ന സമയത്ത് 2 നില വീടാണ്. ഞാനും നമ്മുടെ പ്രിയൻ്റെ ഫിനാൻസ് മാനേജറായിരുന്നു റോയ് പി മാത്യു. ഇപ്പോൾ ആളില്ല, മരിച്ചുപോയി. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്ത് പോകുമ്പോൾ വീടിൻ്റെ ചാവി കൊടുത്തിട്ട് പോകും. അപ്പം താഴെ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്. അപ്പം ഞാനൊരിക്കൽ അങ്ങനെ പോയപ്പോൾ താക്കോല് കൊടുത്തപ്പം പ്രൊഡക്ഷൻ്റെ ആൾക്കാർ ഭയങ്കര ടെൻഷനും ബഹളമായിട്ട് ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നത് തിരക്ക്. ഞാൻ ചെന്ന് ചാവി മേടിച്ചുകൊണ്ട് ഞാൻ മുകളിൽ കയറിപ്പോയി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, സാർ கொஞ்சம் കീഴെ വരുങ്ങളാ. ഞാൻ താഴെ ചെന്ന് കഴിഞ്ഞപ്പം 2 ആൾക്കാരിപ്പുണ്ട്. ഡയറക്ടർ പളനീഷ് ആണ് ഇരിക്കുന്നത്. പറഞ്ഞു, ഇതൊക്കെയാവാ സാർ? പ്രൊഡ്യൂസറോട് എന്തോ ചോദിക്കുന്നു. ഓക്കെ, നീങ്ക ഓക്കെ ആയിരുന്നാ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു പ്രൊഡ്യൂസർ. പറഞ്ഞു, நீங்கள் படம் நடிக்க முடியுமா, என் படத்தில் நீங்கள் தான் ஹீரோ എന്ന് പറഞ്ഞു. ഹീറോ? ഞാൻ പറഞ്ഞു, அந்த மாதிரி നിലപ്പനും கிடையாது, നടിക്കുന്ന പാത്തിക്കറയെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് 1001 രൂപ അഡ്വാൻസ് തരികയാണ്. കാര്യം സംഭവം എന്ന് വെച്ചാൽ രഘുവരനാണ് പടത്തിൻ്റെ ഹീറോ. അപ്പം രഘുവരനെ വരാമെന്ന് പറഞ്ഞ സമയത്ത് രഘുവരൻ എത്തിയില്ല, എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം സമയത്ത് എല്ലാ യൂണിറ്റും പോയി. ഷൂട്ടിങ് കാതമ്പാളയാണ് ലൊക്കേഷൻ, കോയമ്പത്തൂർ. നാളെ ഷൂട്ട് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനൊരു സിറ്റുവേഷനിലാണ് അദ്ദേഹത്തിന് പകരമായിട്ട് എന്നെ കാസ്റ്റ് ചെയ്തത്. അങ്ങനെയാണ് ആ പടത്തിൽ ഞാൻ വരുന്നത്. പക്ഷെ അതൊക്കെ ഒരു എന്താ പറയണ ഭാഗ്യമാണ്. നമുക്ക് വരാനുള്ളത്, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്, നമുക്ക് വരാനുള്ളത് എവിടെ ഇരുന്നാലും അത് നമ്മളെ തേടി വരും. ഇത് തന്നെയാണ് മായ എപ്പോഴും എന്നോട് ചോദിക്കുന്നത്, കണ്ണൻ എന്നെ മാറി നിൽക്കുന്നത്. എനിക്കൊരു വിശ്വാസമുണ്ട്, നമ്മളിലുള്ള കലാകാരനെ നമുക്ക് ബോധ്യമുള്ളിടത്തോളം കാലം നമ്മളിലേക്ക് എത്തിച്ചേരേണ്ട വർക്കുകൾ നമ്മളിലേക്ക് തന്നെ എത്തിച്ചേരും. പക്ഷെ എന്നാലും ഒരു സമയത്ത് ഭയങ്കര എന്താ പറയുക, ലാം ലൈറ്റിൽ നിന്നൊരു വ്യക്തിയാണ് കണ്ണൻ ചേട്ടൻ. കാരണം സുന്ദരനായ ഒരു വില്ലനായിരുന്നു. കാരണം ഞാൻ കണ്ണൻ ചേട്ടനെ ഫസ്റ്റ് കാണുമ്പോൾ ധനം കണ്ണൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു ഭയങ്കര ഒരു ആകാംക്ഷയായിരുന്നു. ഹൈറ്റും അന്നത്തെ കാലത്ത് ഭയങ്കര ഒരു അതെ അതെ അതെ, അത് പിന്നെ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഈ ധനം എന്ന സിനിമയിലേക്ക് എങ്ങനെയാണ് വന്നത്? ധനം സിനിമയിലേക്ക് വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈറ്റ് അറിയാവുന്ന ഒരാളെ വേണമെന്ന് പറഞ്ഞ് സിബി സാറ് അന്വേഷിച്ചു. അതും നാസർ സാറിൻ്റെ അനിയനായിരിക്കണം, മൂക്കിന് നീളം വേണം, അങ്ങനെ കുറേ ലക്ഷണങ്ങൾ പറഞ്ഞിട്ട്. അതിനകത്ത് ഈ പറഞ്ഞ അവിടെ റോയ് ആണെന്നതിൻ്റെ, റോയ് എന്ന് പറഞ്ഞൊരു നമ്മുടെ സുഹൃത്തുണ്ട്, മുമ്പേ പറഞ്ഞു. അപ്പോൾ റോയിയുടെ കയ്യിൽ എൻ്റെ ഫോട്ടോ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ റോയ് പറഞ്ഞു, എൻ്റെ ഫോട്ടോ കൊടുത്തു, സാറേ ഫൈറ്റൊക്കെ അറിയാം, എൻ്റെ സുഹൃത്താണ്, ദേഹം മതി, ഓക്കെ ആണെന്ന് ചോദിച്ചു. ഒന്ന് വിളിപ്പിക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ചെന്നൈയിൽ നിന്ന് പാലക്കാട് വരിക. ഒന്ന് കണ്ടപ്പോഴേ സാറ് പറഞ്ഞു, ഓക്കെ ഫൈറ്റ് ചെയ്യുമല്ലോ എന്ന് ചോദിച്ചു. ഫൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം തന്നെ എന്നെ ഓക്കെ ആക്കി. ചേട്ടൻ ഫൈറ്റിൻ്റെ എന്തെങ്കിലും
ഞാൻ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണ്. ഓ ബ്ലാക്ക് ബെൽറ്റ് എടുത്താണ് ഫസ്റ്റ് ഞാൻ ഡിഗ്രി എടുത്തത് കരാട്ടയിൽ. ഓ കരാട്ടെ. വേറെ എന്തൊക്കെ? പിന്നെ ആ സമയത്ത് പിന്നെ ബൈക്ക് സ്റ്റണ്ട് ചെയ്യുമായിരുന്നു, ഓ കാർ റേസറായിരുന്നു, ഓ പിന്നെ ജോക്കി ആയിരുന്നു. ഓക്കെ ഓക്കെ. എല്ലാ അപ്പൊ എല്ലാം തികഞ്ഞ ഒരാള് സിനിമയിൽ കിട്ടുക എന്ന് പറയുന്നത്. ഇതെല്ലാം ഞാൻ പിന്നെ ഡാൻസ് രാജ എന്ന തെലുങ്ക് പടത്തിനാണ് ജോക്കി ട്രെയിൻ ചെയ്തത്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ വിട്ടു, വർഷങ്ങളായി ഉള്ള കാര്യമാണ്. പിന്നെ സ്ഥിരം റാലിക്ക് പോകുമായിരുന്നു, ബൈക്ക് റേസ്, ഹിമാലയൻ റാലി, സിസർ റാലി, റാലിക്കുകൾ പോകുമായിരുന്നു. ലാസ്റ്റ് ഞാൻ പങ്കെടുത്തൊരു പാലാ റാലി ഉണ്ടായിരുന്നു, അതായത് പുളിമൂട്ടിൽ സിൽക്ക് ഹൗസിൻ്റെ റാലി. ആ റാലി കഴിഞ്ഞിട്ട് രാത്രി 12 മണിക്കാണ് എൻ്റെ രാജ്ദൂത് ബൈക്കിലാണ് എറണാകുളം പോകുക എന്ന് പറഞ്ഞ് മദ്രാസിന് ഞാൻ പോകും എൻ്റെ വീട്ടിൽ നിന്ന്. അതൊക്കെ ഒരു ക്രേസ് ആ പ്രായത്തില്. പക്ഷെ ധനം സിനിമയിൽ അഭിനയിച്ചപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു ഓർമ്മകൾ നമ്മളോട് പങ്കുവെക്കാൻ പറ്റുമോ? കാരണം ആ സിനിമയിൽ ലാലേട്ടൻ കത്തി നിൽക്കുന്ന സമയമാണ്, വളർന്നു വരുന്ന സമയമാണ്, വളർന്നു വരുന്ന ഒരു സമയം. പക്ഷെ ലാലൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ലാലേട്ടൻ നമ്മുടെ ഒരു പുതിയ ആളെന്നുള്ള രീതിയിലല്ല, അതെ അതെ, നമ്മളെയും ചേർത്ത് പിടിച്ച് മാക്സിമം നമ്മളെ കംഫർട്ടബിൾ ആയിക്കൊണ്ടാണ് എല്ലാ. അല്ല, ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കുക എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിന് ഒരു ടെൻഷനില്ല. കാരണം ഭയങ്കര റിലാക്സ് ആവും അദ്ദേഹം. നമുക്ക് ഇപ്പോൾ ഒരു ഓർമ്മ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു ഫൈറ്റ് സീനുണ്ട് ലാലും ഞാനുമായിട്ട്. നാസർ സാറിനെ കുടുക്കിട്ട് കൊല്ലും. അപ്പം നമ്മള് മുരളിയെ ഞാൻ കൊല്ലും. ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത് ലാലിനെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സമയത്ത് ലാലിനെ ഒരിടത്തിട്ട് ഞങ്ങൾ ഗ്രൂപ്പായിട്ടിരിക്കും. അപ്പോൾ ലാല് ഞാനോട് പിടിച്ച് മറിയുന്നൊരു സ്ഥലം. അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ കുമ്പിടോയിലൊരു ഐറ്റം ഉണ്ട്, പിന്നെ ചവിട്ടി മറങ്ങിയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ കണ്ണം പറഞ്ഞു നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞു. ഫൈറ്റ് മാസ്റ്റർ പഴനിയാന്ന് തോന്നുന്നു, പഴനിയോട് പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടോ, അത് വേണ്ട ചെയ്യേണ്ടെന്ന് പറഞ്ഞു. രണ്ടാമത് വന്നിങ്ങനെ ഞങ്ങൾ പിന്നെ 4 പേര് ചേർന്ന് ലാലിനെ ഇടിക്കുന്ന സാധനം നോക്കി. ഞാൻ പറഞ്ഞു ലാലിനോട് ടേസ്റ്റോട് പറഞ്ഞു, ലാലെ ഞാൻ ഇങ്ങനെ ചെയ്യാം ഒരു ഫൈറ്റ്. ലാല് പറഞ്ഞു ആരോടും പറയണ്ട, നമ്മൾ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി, അവരെ തമ്മിൽ ഷൂട്ട് ചെയ്തോളൂ, ഇപ്പം വിട്ടാൻ പറഞ്ഞു. പുള്ളി ഞാൻ ചെയ്ത ഒരു കിക്കാണ് കൊടുത്തത്, കൃത്യമായിട്ട് ആ ടൈമിങ് പുള്ളി അത് അവിടെ അഡ്ജസ്റ്റ് ചെയ്തു, സീനെടുത്തു. പിന്നെ ഇവർ ഓടി വന്നു. ഞാൻ പറഞ്ഞു അതല്ലോ ഇത് ഇങ്ങനെ ചെയ്യാനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം ഡയറക്ടറോടെന്ന് പറഞ്ഞു അത് നന്നായിട്ടുണ്ട്, അത് മതി എന്ന് പറഞ്ഞിട്ട് അതങ്ങ് ഫിക്സ് ചെയ്തു. അങ്ങനെയൊക്കെ സഹകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കാര്യമല്ലേ. തീർച്ചയായും സിനിമയിൽ നമ്മൾ ആദ്യമായിട്ട് വരുന്നു, ഫൈറ്റിനൊരു സജഷൻ പറയുന്നു. ഫൈറ്റ് മാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നുള്ള ബോധം നമുക്ക് ഇല്ലാത്തൊരു സമയമാണെന്ന് ആലോചിക്കും. അതെ അതെ, കാരണം അദ്ദേഹത്തിന് ഒരു ഈഗോ കോംപ്ലക്സ് ഇല്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ഫൈറ്റ് സീൻ കണ്ടിട്ട് എപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ചൈന ടൗൺ സിനിമയിൽ നമ്മൾ ഹൈദരാബാദിലെ റാമോജി ഫിലിം സിറ്റിയിലാണ്. അപ്പോൾ അതിൻ്റെ ഫൈറ്റ് മാസ്റ്റർ എന്ന് പറയുന്നത് അക്ഷയ് കുമാറിൻ്റെ സിനിമകളുടെ അക്ഷയ് കുമാർ എന്ന് പറഞ്ഞ വലിയ ആ നടൻ്റെ ഫൈറ്റ് മാസ്റ്ററും കൂടിയാണ്. അപ്പോൾ അദ്ദേഹം വന്ന് ഞങ്ങളോട് പറയാണ് ഇദ്ദേഹത്തിൻ്റെ ഫൈറ്റ് കാണുമ്പോൾ നമുക്കൊരു അത്ഭുതമാണ്, ഇതൊരു ടൈമിംഗ് ആണ്. അത് മാത്രമല്ല കൂടെയുള്ള ആൾക്കാർ ദേഹത്ത് കൊണ്ടൊന്നും ആരെ മൂഡ് ഔട്ട് ആക്കിയത്. ഫൈറ്റിന്റെ സമയത്ത് മിക്കവാറും നമ്മൾ കാണുന്നൊരു കാര്യമാണ്, എവിടെയെങ്കിലും കൈ കൊള്ളുക ചെയ്ത് കഴിഞ്ഞാൽ ഇറിറ്റേറ്റഡ് ആവും, ഓപ്പോസിറ്റുള്ള ആൾക്കാർ ഇതാവും. ലാലങ്ങനെയല്ല, ലാല് കൂടെയുള്ള ആൾക്കാരെ മാക്സിമം പ്രഷർ ചെയ്ത് ആ സിറ്റുവേഷൻ അനുസരിച്ച് പുള്ളി മാറിക്കളയും. കാരണം മോഹൻലാൽ എന്ന വ്യക്തിയെക്കുറിച്ച് പലർക്കും അറിയില്ല ഇപ്പോഴും. പലരും ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഉണ്ട്. കാരണം നമ്മുടെ മലയാളികൾക്ക് നമ്മളെല്ലാവരും മലയാളി, പക്ഷേ അവർക്ക് ഒരാളെ ഇഷ്ടപ്പെടുന്നതിനേയും കാട്ടി ഒരാളുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതാണ്. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള നമ്മളിപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകളോട് അഭിനയിച്ചിട്ടുണ്ട്, ഒരു ഈഗോ കോംപ്ലക്സ് ഒന്നുമില്ല. ഞാൻ മനസ്സിലാക്കുന്ന മോഹൻലാൽ എന്ന് പറഞ്ഞൊരു വ്യക്തി ഒരു മനുഷ്യനും അപ്പുറം കുറച്ച് ആധ്യാത്മികമായ തലങ്ങളിൽ ഉയർന്നൊരു വ്യക്തിയാണ്. ചിന്തകളാണേലും ശരി. ഇപ്പോൾ നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ആണെങ്കിലും ശ്രദ്ധിച്ചാൽ കണ്ടമാനം വർത്തമാനമൊന്നുമല്ലോ പറയുന്നത്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പറയും, തമാശ പറയും കാര്യങ്ങൾ. പക്ഷെ അതിലൊക്കെ ഉപരി ആസ് എ ഹ്യൂമൻ എന്നുള്ള രീതിയിൽ വളരെ നേച്ചറുമായിട്ട് ഇണങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഇപ്പം തന്നെ ഉദാഹരണം നമ്മുടെ അമ്മയിലെ പിന്നെ ഞാനൊരു കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കത്ത് കൊടുത്ത വേറെ ഒന്നുമല്ല, അമ്മയിൽ ധാരാളം ആൾക്കാർ ജോലിയില്ലാതിരിക്കുന്നു, അപ്പോൾ അവർക്കൂടെ ജോലി കൊടുക്കാനുള്ള എന്തെങ്കിലും സംവിധാനം ചെയ്യണം എന്നും പറഞ്ഞിട്ടാണ് കത്ത് കൊടുത്തത് സാധാരണ യൂഷ്വലി. പക്ഷേ അതിൻ്റെ ഒരു ഫലം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ ചെയർമാനായിട്ട് കൊച്ചിൻ മെട്രോ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നമ്മുടെ നടൻ രവീന്ദ്രൻ, രവിയേട്ടനാണ് എൻ്റെ CEO. അപ്പോൾ രവിയേട്ടനുമായിട്ട് ആലോചിച്ച് രവിയേട്ടൻ ഇനിഷ്യേറ്റീവ് എടുത്തു, ആ ഒരു കാര്യത്തിന് ഇനിഷ്യേറ്റീവ് എടുത്ത് അദ്ദേഹമായിട്ട് ചിന്തിച്ച് അതിനുള്ള പോംവഴി എന്നുള്ളത്. ഇപ്പോൾ കൊച്ചിൻ മെട്രോയുടെ കീഴിൽ രവിയേട്ടനുമായിട്ട് ചേർന്നിട്ട് ഫാമിലി സ്റ്റോറീസ് എന്ന് പറഞ്ഞ് ചെറു സിനിമകൾ, ആന്തോളജി സിനിമകളാണ് ആദ്യം പ്ലാൻ ചെയ്ത്. ഇപ്പോൾ സിനിമയായിട്ട് തന്നെ ചെയ്യാമെന്നൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്.
അതിൻ്റെ ഡിസ്കഷൻസും സ്ക്രിപ്റ്റ് വർക്കും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് വർക്കില്ലാതിരിക്കുന്നവർക്ക് പിന്നെ നമ്മളെ മറിഞ്ഞു നിൽക്കുന്ന ഒരുപാട് അതുല്യ കലാകാരന്മാരുണ്ട്. കാരണം ഇപ്പോൾ സിനിമയായാലും സീരിയലായാലും എല്ലാവരും പറയും സിനിമയിൽ നടിമാർ പ്രശ്നങ്ങളാണ്. അതെന്താന്ന് പറഞ്ഞിട്ട് യഥാർത്ഥ കലാകാരന്മാരെ അല്ല ഇവരിപ്പോഴും എടുക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എറിയാൻ അറിയാവുന്നവൻ്റെ ഇടയിൽ കല്ല് കൊടുക്കില്ല, അറിയാത്തവൻ്റെ കയ്യിൽ കല്ല് കൊടുക്കും. ആ കല്ലിൻ്റെ മൂല്യം അറിയാതെ അവരൊരു സിനിമ സക്സസ് ആയ പിന്നെ അടുത്തത് അവരുടെ നമ്മൾ അർഹതയില്ലാത്ത പേയ്മെന്റ് ആണ് പലരും ചോദിക്കുന്നത്. മാത്രമല്ല, ഞാൻ ഇപ്പൊ ഉദാഹരണം പറഞ്ഞ മോഹൻലാലിന്റെ വിദ്യ എന്താണെന്ന് പറയാം. അറിയാം ചേട്ടൻ. അതായത് ഞാൻ മദ്രാസിലുള്ള കാലത്ത് ഞാൻ കാണുന്ന കാര്യമാണ്. ഞാൻ ആദ്യം മദ്രാസിൽ ചെന്ന് വിടുമ്പോൾ മേനക സുരേഷ്, സനല്, പ്രിയദർശൻ, മോഹൻലാൽ, ഇപ്പോൾ ലാലൊക്കെ ഇപ്പം മഞ്ഞൾ പിടിച്ച പൂക്കൾ അദ്ദേഹമൊക്കെ മദ്രാസിൽ നമ്മളെയൊക്കെ തീറ്റിപ്പോയിട്ട് മേനക സുരേഷൊക്കെയാണ്. സുരേഷ് ഏട്ടൻ, ജി സുരേഷ് കുമാർ. അന്ന് ഞാൻ കാരണം ദിനേശ് ഏട്ടനും ഇതേപോലെ സുരേഷ് ഏട്ടനെ കുറിച്ച് വളരെ നല്ലൊരു അഭിപ്രായം പറഞ്ഞു. ഇപ്പൊ നമ്മുടെ രണ്ടാമത്തെ സംഭാഷണത്തിലും സുരേഷ് ഏട്ടനെ കുറിച്ച് പിന്നെ നമ്മളെയൊക്കെ നിലനിർത്തിയിട്ടുണ്ട് മദ്രാസിൽ. എത്രയോ പ്രാവശ്യം അദ്ദേഹം നമ്മളെ സ്പോൺസർ ചെയ്ത് ഭക്ഷണവും കാര്യങ്ങളും സുരേഷ് ഏട്ടൻ കൊണ്ടു നടക്കുമായിരുന്നു. ഒരു ഈഗോ ഇല്ലാത്തതാണ്, ഭാര്യയുടെ പേരിൽ അറിയപ്പെടാൻ യാതൊരു ഈഗോ കോംപ്ലക്സ് ഇല്ലാത്തതാണ്. നല്ല മനുഷ്യൻ, പച്ചയായ മനുഷ്യൻ, കാര്യങ്ങളുണ്ടെങ്കിൽ തുറന്നു പറയും. അങ്ങനെ ആയിരുന്നു അദ്ദേഹം. അതും കഴിഞ്ഞിട്ട് എന്താ, അന്ന് ആ വരുന്ന ടീം അവരുടെ യോജിപ്പും അവരുടെ തമ്മിലുള്ള ഐക്യവും കാര്യം അവരൊക്കെ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ ആ ടീം ഇന്ന് നിലനിൽക്കുന്നില്ലേ? തീർച്ചയായും അതുകൊണ്ട് ആ ബന്ധം നിലനിൽക്കുന്നത്. പക്ഷെ ഇന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വളർന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആ കൂടെയുള്ള ആൾക്കാരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു ശ്രമം ഇല്ല അവർക്ക്. ഞാൻ ചോദിച്ചു പുതിയ പുതിയ മേച്ചിൽ പുറങ്ങൾ തേടുക. അതുകൊണ്ട് തന്നെയാണ് ആർക്കും ഐഡന്റിറ്റി. കാരണം ഇന്ന് ബന്ധങ്ങൾക്ക് മൂല്യങ്ങളില്ല, വാല്യൂ ഇല്ല. നമുക്ക് അവരെ കൊണ്ട് എന്ത് യൂസ് ചെയ്യാൻ പറ്റുമോ അത് മാത്രമേ നോക്കുന്നുള്ളൂ. യൂസ് കഴിഞ്ഞാൽ അവരെ വലിച്ചെറിയുക, അത്രേ ഉള്ളൂ. മുരളിച്ചേട്ടനായിട്ട് എങ്ങനെയായിരുന്നു? അയ്യോ നല്ല ബന്ധമായിരുന്നു. അതെ. അയ്യോ ആണോന്നോ അടുത്ത സമയത്ത് വിൽക്കാറ് എൻ്റെ റൂമിലായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. കാരണം മുരളിച്ചേട്ടൻ്റെ അവസാന നാളുകളിലാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരു 1.5 മണിക്കൂറുള്ള ഒരു സിനിമ ചെയ്തിരുന്നു. അതെൻ്റെ ഭയങ്കര ഒരു ഭാഗ്യമായിരുന്നു. കാരണം മുരളിച്ചേട്ടൻ ഞാൻ വന്നൊരു സമയമായിരുന്നു. പക്ഷെ കുറേ സീരിയലുകൾ ചെയ്തു, സിനിമകളും ചെയ്തിട്ട് പിന്നെ മുരളിച്ചേട്ടൻ അത് ഞാൻ ചെയ്യേണ്ടല്ലായിരുന്നു. സംയുക്ത വർമ്മൻ, നമ്മുടെ ഇപ്പോൾ മരിച്ചുപോയ മോഹൻ സാർ, 2 പെൺകുട്ടികളുടെ ഡയറക്ടർ മോഹൻ സാറായിരുന്നു എൻ്റെ ഡയറക്ടർ, പ്രൊഡ്യൂസർ. അപ്പം പപ്പയുടെ ഒരു കൂട്ടുകാരൻ ഡിസ്ട്രിബ്യൂട്ടർ രവി അങ്കിളാണ് എന്നെക്കുറിച്ച് പറയുന്നത്. അപ്പം അതൊരു വലിയ എന്താ പറയുക, അദ്ദേഹത്തിനോട് നമ്മൾ അഭിനയിക്കുമ്പോൾ അറിയാതെ പച്ച മനുഷ്യനാണ്, യാതൊരു വിധ ഒന്നുമില്ല, ഒരു സാധാരണക്കാരൻ. മുരളി എന്ന് പറയുന്ന സിനിമ വരുമ്പോൾ മാത്രമേ നടൻ മുരളി, അല്ലെങ്കിൽ വെറും സാധാരണ മനുഷ്യൻ. ചാർമിള ഇതിലല്ലേ വരണത്? ചാർമിള ഇതിലാവുന്നത് ഭയങ്കര സുന്ദരി കുട്ടിയായിട്ട് ചാർമിള. പക്ഷെ ഇങ്ങനെ ഒന്ന് കേട്ടിട്ടുണ്ട്, ചാർമിള ആ സമയത്ത് കയ്യിലാരും തൊടാൻ സമ്മതിക്കില്ല, ടച്ചിങ് സീൻ. അത് അമ്മ കൂടെ ഉണ്ടായിരുന്നു, ഒരു ബാങ്ക് മാനേജറുടെ മകളായിരുന്നു. അന്നത്തെ കാലഘട്ടമല്ലേ, ഭയങ്കര ഇടവും വലവും ആളുണ്ടല്ലോ എപ്പോഴും. അതെ അതെ അതെ. പിന്നെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ചേട്ടൻ്റെ കുടുംബം സിനിമാ കുടുംബമായിരുന്നു എന്ന്, ശരിയാണോ? അതെ അതെ അതെ. എൻ്റെ വല്യച്ഛനുമൊക്കെയാണ് പഴയ കലാസാഗർ പ്രൊഡക്ഷൻസ്. ഓക്കെ ഓക്കെ ഓക്കെ. അത് നമുക്ക് ഏക്കർ കണക്കിന് ഏലത്തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അതെല്ലാം വിൽക്കേണ്ടി വന്നു കലാസാഗർ പ്രൊഡക്ഷൻ സിനിമയ്ക്ക് വേണ്ടി. അന്ന് 3 ലക്ഷം രൂപ എൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എത്ര കോടിയാണെന്നുള്ള ആലോചിച്ചോണം. എനിക്ക് തോന്നുന്നത് 60-ലാണ് തോന്നുന്നു. 60 പുറകോട്ടാണ് മുന്നോട്ട് സംശയമുണ്ട്. ആ സമയത്താണ് ആദ്യത്തെ സിനിമ തിരമാല. സത്യൻ മാഷാണ്, പി ഭാസ്കരൻ, പിന്നെ നമ്മുടെ പിന്നെ ബൊമ്പേരിവിയല്ല, ഇവരെല്ലാം വങ്കപ്പാട്ട് കുടുംബത്തിലാണ് വന്ന് താമസിച്ച് ഇതിന് കഥ ഡിസ്കസ് ചെയ്യുന്നതും. PRS പിള്ളയാണ് എൻ്റെ ഡയറക്ടർ, എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ. അച്ഛൻ്റെ ജ്യേഷ്ഠനാണോ? നേരെ മൂത്തത്. അച്ഛൻ്റെ ജ്യേഷ്ഠൻ മാത്രമല്ല, എൻ്റെ അമ്മയുടെ ചേച്ചിയെ കല്യാണം കഴിച്ചിരിക്കുന്നുള്ളൂ. ചേട്ടത്തി അനീതിയായിട്ടാണ് കല്യാണം കഴിച്ചത്. ഫലത്തിൽ അതും അമ്മയും അച്ഛനാണ്, ഇതും അച്ഛൻ. 2 അച്ഛന്മാരും 2 അമ്മമാരും. മകനാണ് ശങ്കർ മോഹൻ, നമ്മുടെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഡയറക്ടറായിരുന്നു ശങ്കർ. മഞ്ഞിലെ നായകൻ. അയ്യോ, ഇതൊക്കെ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അതൊരു പുതിയ അറിവായി. കണ്ണൻ ചേട്ടൻ ഇതൊന്നും പറഞ്ഞിട്ടില്ല. സിനിമ ബന്ധം പറയാറില്ല. ശങ്കർ മോഹൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ജ്യേഷ്ഠനാണ്. പുള്ളിയാണ് ഇപ്പോഴും നമ്മുടെയൊക്കെ കാര്യങ്ങൾ, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പുള്ളിയാണ് ചേട്ടനായിട്ട് നിൽക്കുന്നത് ഇപ്പോഴും. എന്നിട്ട് സ്വന്തം പ്രൊഡക്ഷൻസ് കമ്പനിയിൽ അഭിനയിച്ചിട്ടുണ്ട് കണ്ണൻ ചേട്ടൻ? എനിക്ക് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു, പ്രൊഡക്ഷൻ ഇല്ലായിരുന്നു. ഓക്കെ. എനിക്ക് ഒരു പടമാണ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തത്. അത് സന്തോഷി മാത, അത് ഡബിങ് പടമായിരുന്നു.
സന്തോഷി മാതാപിതാമഹത്യ എന്ന് പറഞ്ഞിട്ട് 100 Days പടം ഉണ്ടായിരുന്നു തെലുങ്ക്. അത് ഞാൻ പിന്നെ തമിഴിലേക്ക് പോയി. ഓം ശക്തിമയം എന്ന് പറഞ്ഞ വീട് മറ്റേ KR വിജയ ചന്ദ്രമോഹൻ ആണ് പടം. ഞാൻ വേറൊരു അറിവും കേട്ടിട്ടുണ്ട്, ശരിയാണോ എനിക്കറിയില്ല. അഡ്രുബാസി സാറിനെ, അദ്ദേഹത്തിന് വലിയ അതുല്യ കലാകാരനായ, എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷൻ അറിയാമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എല്ലാ ജനറേഷനും. അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമാണ് തിരമാല. ആദ്യമായിട്ട് മലയാള സിനിമയിലോട്ട് വരുന്ന തിരമാലയിലൂടെ അദ്ദേഹം വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അദ്ദേഹം നല്ല പ്രശസ്തിയിലേക്ക് വരുന്നത്. നമ്മൾ എപ്പോഴോ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചേട്ടൻ പറഞ്ഞിട്ടില്ലേ സത്യൻ മാഷ് വന്ന് സത്യാഗ്രഹം, അന്ന് സത്യാഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 രൂപ കൊടുക്കാനുണ്ട് സത്യൻ മാഷ് പിന്നെ പൈസ കൊടുക്കാതായപ്പം മങ്കപ്പാട്ട് ഒന്ന് പിന്നെ പൈസയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ഇരിപ്പുറപ്പിച്ചു, പൈസ കിട്ടാതെ പോയില്ലെന്ന് പറഞ്ഞത്. അങ്ങനെയൊക്കെ ചരിത്രങ്ങൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. 1000 രൂപയ്ക്ക് വേണ്ടിയിട്ട് 1000 എന്ന് പറഞ്ഞാൽ വലിയ തുക അല്ല. ഇന്ന് 1000 രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഏകദേശം ഒരു 50,000 അല്ല, ഒരു 50,000 അല്ല, ഒരു 25 ലക്ഷം ഒക്കെ വരുന്ന ഒരു മൂല്യമാണ്. കാരണം അത്രയും മൂല്യമുള്ള ഒരു സമയമാണ്. ആ സമയത്ത് 3 ലക്ഷം രൂപ ഇതിന് പ്രൊഡക്ഷൻ കോസ്റ്റ് ആയെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കി എത്ര കോടി. ശരിക്കും 2 കോടിയൊക്കെ അടുപ്പിച്ച് 30 കോടിയുടെ വാല്യൂ ഉണ്ട് ഇന്ന്. അന്ന് നമ്മുടെ 1000 ഏക്കർ ഏലത്തോട്ടം അതുകൊണ്ട് വിറ്റത്. ഒന്ന് ആലോചിച്ച് നോക്കി ഈ പടത്തിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ വല്യച്ഛൻ പിന്നെ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനായി. അങ്ങനെ കരുണാകരൻ എടുത്തപ്പോഴാണ് അദ്ദേഹത്തിനെ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടിരുന്നത്. അദ്ദേഹം വന്നതിന് ശേഷമാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോയ്ക്ക് സ്ഥലം എടുക്കുന്നതും ഇവിടെ ചിത്രാഞ്ജലി സ്റ്റുഡിയോ വരുന്നതും. അതിനിടയ്ക്ക് നമ്മുടെ ക്യാമറമാൻ ഷാജിയായിട്ട് കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടായി, ഓർക്കുന്നില്ലേ? യൂണിയൻ ഉണ്ടാകുന്നതും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഇപ്പൊ പോയി. അപ്പൊ അങ്ങനെ നിൽക്കുന്നത് നമ്മുടെ ഏത് ഗവൺമെന്റ് വന്നാലും ഗവൺമെന്റ് കീഴിലുള്ള സ്ഥാപനങ്ങൾ. നമ്മൾ കേരളത്തിൽ ഏറ്റവും വലിയ നല്ലൊരു സ്റ്റുഡിയോ ചിത്രാഞ്ജലി. പക്ഷെ ഇതൊരു തമിഴിൻ്റെയിലോ തെലുങ്കിൻ്റെയിലോ കിട്ടിയിരുന്നെങ്കിൽ. അല്ല, അതെന്തെന്നറിയോ, ഇച്ഛാശക്തിയുള്ള ഒരു എന്താ പറഞ്ഞ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരണം. അതെ, വിഷൻ വേണം മുന്നോട്ട്. കാരണം അവർക്ക് കലാകാരനിൽ നിന്നും കാശ് വേണം. കോർപ്പറേഷനിലൊക്കെ സിനിമയ്ക്ക് രാമോജി ഫിലിം സിറ്റിയിൽ അത്രയൊന്നും നമ്മൾ പോയിട്ടില്ലെങ്കിലും നമ്മുടെ കേരളത്തിന്റെ തനത് പശ്ചാത്തലത്തിൽ ഇത്രയും നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലം ഈ തിരുവനന്തപുരം സിറ്റിയുടെ നമുക്ക് കിടപ്പുണ്ട്. വെളിയിൽ നിന്നുള്ള ആൾക്കാർക്ക് അതിൻ്റെ അകത്ത് കയറി കാണത്തക്ക രീതിയിലുള്ള എന്തെല്ലാം ഇൻഫ്രാസ്ട്രക്ചർ ഒന്നുമില്ല. ഞാൻ പറയട്ടെ, KB ഗണേഷ് കുമാർ കോൺഗ്രസിന്റെ മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം ആദ്യത്തെ സിനിമ അതെ, ഞാൻ ആ കമ്മിറ്റിയിലുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അകത്ത് റെയിൽവേ സ്റ്റേഷൻ ഒരുപാട് കാര്യങ്ങൾ, ഇന്ന് മരങ്ങൾ പോലും എന്താ പറയുക, അത് പറയേണ്ട കാര്യമില്ല. വിമാനത്താവളത്തിന്റെ പേരും പറഞ്ഞ് മരങ്ങൾ മുഴുവൻ പോയി. പണ്ട് ഈ മരങ്ങൾ ഉണ്ടായിരുന്നപ്പോ ഈ വഴി കൂടെ വിമാനം പോകുന്നുണ്ടായിരുന്നു പല സ്ഥലത്തും. പക്ഷെ അതെന്തിനാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ രാഷ്ട്രീയ കാര്യം ആവും. പക്ഷെ ഞാൻ ഈയിടയ്ക്ക് ICയുടെ ഒരു സിനിമ ചർച്ചയുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ഗവൺമെന്റ് ഇത് പറഞ്ഞു, ഒരു പുരുഷന്മാർക്ക് പോലും സുരക്ഷിതമില്ലാത്ത ഒരു സ്ഥാപനമായിട്ട് ഇന്ന് ചിത്രാഞ്ജലി. ലൈറ്റ് ഇല്ല, ഒന്നുമില്ല. അത് നമുക്ക് വിടാം, ആ വിഷയം വിടാം. പിന്നെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് ചേട്ടൻ മരണത്തിൽ നിന്ന് ഒരുപാട് രക്ഷപ്പെട്ടിട്ടുണ്ട്. മരണവും ഞാനും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. എത്ര പ്രാവശ്യം മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു? ഫസ്റ്റ് കടൽക്കാക്കുകൾ സിനിമയ്ക്കകത്ത് കടൽക്ഷോഭത്തിൽ പെട്ടു. ഞാൻ, മമ്മൂക്ക, പിന്നെ സൂരജ്, കന്യ, ഞങ്ങളെല്ലാവരും കൂടെ കടൽക്ഷോഭം, ബാബു ജോസഫ്, ഇതെല്ലാം കൂടെ. അതൊരു വലിയ കഥയാണ്. അത് ബേപ്പൂർ തുറമുഖത്ത് നിന്ന് ഞങ്ങൾ ഉരുവിൽ, പിന്നെ ഒരു മഴ സമയമായിരുന്നു, ഉരുവിൽ ഷോട്ട് എടുക്കുക. പ്രദീപ് ശക്തി ഞങ്ങളോടെ പോയി. അപ്പം നമ്മളോട് പറഞ്ഞു മൗത്ത് ക്ലോസ് ചെയ്യില്ലെന്ന ഡിമാൻഡ് പറഞ്ഞു. മുക്കുവന്മാരാണല്ലേ, ഉരു എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കപ്പലല്ല, ഭയങ്കര വലിപ്പമാണ്. അപ്പോൾ ഉരു മുന്നോട്ട് പോയി. മൗത്ത് എന്ന് പറഞ്ഞാൽ കടലും കായലും ഇതെല്ലാം കൂടെ സംഗമിക്കുന്നു. ഹൈ പ്രഷറാണ്, ഭയങ്കര ആഴമാണ്. മൗത്ത് ക്രോസ് ചെയ്യില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ തുറമുഖത്ത് നിന്ന് രാവിലെ 6:30 എല്ലാവരും കയറുന്നു. വാക്കി ടോക്കി എല്ലാം തരുന്നു. കാലാവസ്ഥ പ്രതികൂലമാണ്. ഷോട്ടുകൾ എടുത്ത് വരണം. അപ്പം അതിൻ്റെ ഇതുണ്ടല്ലോ താമരം, അതിൻ്റെ മണ്ടേ ക്യാമറ സെറ്റ് ചെയ്തിരിക്കുക ക്യാമറാമാൻ. ഇത് മുന്നോട്ട് പോകുന്നതും ഭയങ്കര മീനുകൾ ഇങ്ങനെ ജമ്പ് ചെയ്യുന്ന ഷൂട്ട് കൊടുക്കുന്നത് ക്യാമറാമാനും ഡയറക്ടർക്ക് ആവേശമായി. ഇച്ചിരിയുടെ പൊട്ടുന്ന ഇത് പിന്നെ വരുന്ന നേരെ മൗത്തിലോട്ട് പോയി ഇരിക്കുക, കയറുക. ഇവന്മാർക്ക് വല്ല ബോധമുണ്ട്, ഇവർക്ക് ഇതുവല്ലം പേടിയുണ്ട്, നമുക്കിതൊന്നും എക്സ്പീരിയൻസ് ഇല്ല. ഈ സാധനം അങ്ങോട്ട് ഒറ്റ അടി അടിച്ചങ്ങ് മേലോട്ടങ്ങ് പൊങ്ങി ഇങ്ങനായി. അപ്പം നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്നവർ മൊത്തം ഉരുവി ഇങ്ങോട്ട് പോകും. ഈ സാധനം ഇങ്ങനെ മേലോട്ട് ട്രാവൽ ചെയ്യുക. ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നേരെ കീഴോട്ട്. പിന്നെ നമ്മൾ കാണുന്ന വെള്ളമാണ്. എല്ലാവരും കിടന്നു
അവസാനം ഛർദി, ബഹളം, പ്രശ്നം. അവസാനം പറഞ്ഞു ഇനി 12 കിലോമീറ്റർ കടലിനുള്ളിൽ പോയാൽ മാത്രമേ ഇത് തിരിക്കാൻ പറ്റുള്ളൂ, ഇത് മുങ്ങിപ്പോകും. അയ്യോ. അവസാനം നമ്മൾ കരയിലോട്ട് ബന്ധപ്പെടുന്ന എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞു. അവസാനം 12 കിലോമീറ്റർ ഇതേ പൊസിഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുവെ കിടന്ന് ഓടും എല്ലാവരും. കുറേ പേര് അവിടെ കഴിഞ്ഞു. എല്ലാവർക്കും ഭാര്യയായി, മക്കളായി, എല്ലാവർക്കും വീടിലെ പ്രശ്നങ്ങളായി. മരണം തൊട്ട് മുന്നിലാണ്. എല്ലാവരുടെയും രീതികളെല്ലാം മാറി. ഡയറക്ടറെ ചീത്ത, മമ്മൂക്കൊക്കെ ദേഷ്യം ഉള്ള സമയമായിരുന്നല്ലോ. മമ്മൂക്കോയല്ല, മാമുക്കോയ പിന്നെ എല്ലാം ഭയങ്കര പ്രശ്നം. അവസാനം 12 കിലോമീറ്റർ ഞങ്ങളവിടെ പോയി ആഹാരം പോലും ഇല്ലാതെ ഈ മത്സ്യബന്ധന തൊഴിലാളികളിൽ നിന്ന് ഇപ്പോഴും ഓർക്കുന്ന ചോറ് മേടിച്ച് എല്ലാവരുടെ ആർത്തിയോടെ അതൊരു അനുഭവമായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ ഇവിടെ വന്നപ്പോഴും വേലിയിറക്കം വന്നു. ആ സമയത്ത് ഏത് പ്രായമായിരുന്നു? അതെനിക്കൊന്ന് 24 വയസ്സ്, 25 വയസ്സ്, അത്രയേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു ഇതും കൂടിയും ചിലപ്പം കാണുമായിരിക്കും ഉള്ളിൽ, അല്ലേ? ഈ ധനം സിനിമയിൽ വന്നപ്പോ എത്രയായിരുന്നു ഏജ്? ധനത്തിൽ വരുമ്പം 26 വയസ്സ്. 26 വയസ്സ്. ഓ, ധനത്തിന് 26. അന്ന് ഭയങ്കര സുന്ദരനായ. ഇപ്പൊ ആ സൗന്ദര്യം ടെൻഷൻ കാരണമാണോ ജീവിതത്തിന്റെ? സൗന്ദര്യം പോയോ? ഇല്ല. സീരിയലിലേക്ക് എങ്ങനെയായിരുന്നു കടന്നു വരുന്നത്? സീരിയലിൽ ഞാൻ ആദ്യം ചെയ്ത് നിറമാല, നമ്മുടെ ഷാജി ഡയറക്ട് ചെയ്ത്, സുമാരി ചേച്ചി, അഞ്ജു അരവിന്ദ്, നമ്മുടെ കീർത്തി ഗോപിനാഥ്, നമ്മുടെ ചക്കരവാവ മറ്റേ ദൂരദർശനിലെ. അതിൻ്റെ അകത്ത് തോമസ് കുട്ടി എന്ന് പറഞ്ഞ ബിസിനസ്സുകാരനായിട്ട് ഞാൻ, വിജയകുമാർ, സുമാരി ചേച്ചി, പിന്നെ നമ്മുടെ അഞ്ജു അരവിന്ദ്, ഞങ്ങളെല്ലാവരും അതില്. പിന്നെ അങ്ങോട്ട് പിന്നെ അത് ലാസ്റ്റ് അഭിനയിച്ച സിനിമ സീരിയൽ ഏത്? ലാസ്റ്റ് ഞാൻ ചെയ്ത് പിന്നെ അയലത്തെ സുന്ദരി. ഏത് സിനിമയാണോ? അല്ല, കെ.കെ. രാജീവ്. ഓ, കെ.കെ. രാജീവേട്ടൻ്റെ സിനിമയായിരുന്നെങ്കിലോ? സിനിമ ഞാൻ ചെയ്തത് ശരിക്കും പറയുകയാണെങ്കിൽ അകമൊഴി വിഴികൾ. ഇപ്പൊ റിലീസിൽ നിൽക്കുന്നു തമിഴ്. തെലുങ്ക് ചെയ്തിട്ടില്ലേ? തെലുങ്ക് ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. കന്നഡ ചെയ്തിട്ടില്ല. പക്ഷേ ചേട്ടൻ ആ സമയത്തൊക്കെ ഹിന്ദിയിലൊക്കെ ട്രൈ ചെയ്തിരുന്നെങ്കിൽ. ഞാൻ ഹിന്ദി ഒരു പടം ഇപ്പൊ നായകനായിട്ട് ചെയ്തു. അതെയോ? അതേത് പടം? കില്ലർ. ഏത് OTT പ്ലാറ്റ്ഫോം ആണോ? OTTയിലും ആകാം. കാര്യം കോവിഡ് വന്നിട്ട് അത് ഷൂട്ടിംഗ് കംപ്ലീറ്റ് കഴിഞ്ഞു. അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഓ, അന്ന് കോവിഡ് സമയത്താണ് പടം കംപ്ലീറ്റ് ചെയ്ത് ഷൂട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ബാക്കി ഉടനെ റിലീസ് ഉണ്ടെന്ന് പറയുന്നത്. ഇടയ്ക്ക് ഞാനിങ്ങനെ കേട്ടു ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇനിയും പോകുന്നു. പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. എനിക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഹരകൃഷ്ണ മൂവീസിന് കമ്പനി ഉണ്ടായിരുന്നു. KRG ഫിലിംസിൻ്റെ മാനേജറായിരുന്നു എൻ്റെ മാനേജർ. പാലക്കാട്, കോഴിക്കോട്, ട്രിവാൻഡ്രം, കോട്ടയം, എല്ലായിടത്തും ഓഫീസ് ഉണ്ടായിരുന്നു. സിനിമയിൽ ഇപ്പോഴും ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എല്ലാവരുമായിട്ടും ബന്ധങ്ങളുണ്ട്. അല്ല, എന്നാലും പണ്ട് ഇപ്പോഴത്തെ സിനിമ സൗഹൃദങ്ങളല്ല ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ മായ എന്നെ അന്വേഷിക്കുന്നുണ്ട്, ഒരു സ്നേഹബന്ധമല്ല തീർച്ചയായും എന്ന് പറഞ്ഞ ഒരു രഞ്ജി പണിക്കരും ഞാൻ നല്ല സുഹൃത്തുക്കളായിരുന്നു, നല്ല കൂട്ടുകാരായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് നടക്കുകയും കാര്യങ്ങൾ ഇന്നും ഞങ്ങൾ എപ്പോഴും വിളിക്കുന്നൊന്നുമില്ല. എന്നാൽ ബന്ധവും കാര്യങ്ങളും ഇപ്പോഴും ഞങ്ങളൊക്കെ തമ്മിലുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ഇടയിൽ ഒന്ന് പറഞ്ഞോട്ടെ, എൻ്റെ ഇടയിൽ കയറി പറയുന്നതിലൊന്നും വിചാരിക്കില്ല. ഞാൻ വിളിച്ചില്ലെങ്കിലും എന്നെ മാസത്തിൽ ഒരിക്കൽ കണ്ണൻ ചേട്ടൻ വിളിക്കും, മായ മോളെ സുഖമാണോ എന്ന് എന്നെ വിളിക്കും. പക്ഷെ കാണുന്നത് നമ്മൾ അമ്മ ജനറൽ ബോഡി മീറ്റിങ്ങിനാണ്. നമ്മൾ വർഷത്തിലൊരിക്കൽ ഞങ്ങൾ തമ്മിൽ കാണും. അപ്പോഴും എന്നെ കണ്ടില്ലെങ്കിൽ എൻ്റെ തലയിൽ വന്ന് കൊട്ടും. കാരണം ഇവരായിട്ടൊക്കെ അങ്ങനെ ഒരു സൗഹൃദമുണ്ട്. അപ്പം ശരിയാണ് ചേട്ടൻ പറഞ്ഞത്. ചേട്ടൻ ബന്ധങ്ങൾ ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടല്ലേ ഇതിപ്പോ ഞാൻ പറഞ്ഞ GS വിജയൻ നല്ല ബന്ധമാണ്. പഴയ ആൾക്കാർ, സുരേഷ്, ഈ പറയുന്ന സുരേഷ് ഏട്ടൻ, ഇവരൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാണുന്നില്ലെങ്കിലും മനസ്സുകൊണ്ട് നമ്മളെല്ലാവരുടെ അടുത്ത് റീച്ച്ഡ് ആണെന്ന്. ഞാൻ ഇതിൻ്റെ ഇടയിലൊന്ന് ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഒറിജിനൽ പേര് ഇന്നും മറഞ്ഞു നിൽക്കുമ്പം പാസ്പോർട്ടിൽ ഇപ്പോഴും ഒറിജിനൽ പേരില്ലേ? എനിക്ക് റെക്കോർഡിൽ മാത്രമേ ഉള്ളൂ രാജീവ് രാജഗോപാൽ. പക്ഷെ ഈ കണ്ണൻ എങ്ങനെയാ വന്നത് അതൊന്ന് പറയാമോ? കണ്ണൻ എന്നുള്ളത് എൻ്റെ പെറ്റ് നെയിം ആയിരുന്നു. കണ്ണൻ വീട്ടിൽ വിളിക്കുന്നത്. അപ്പൊ അന്ന് ഞാൻ റോയി എന്നൊക്കെ പറഞ്ഞാൽ എന്നെയൊക്കെ വിളിക്കുന്ന കണ്ണാന്നാ വിളിക്കുന്നത്. അപ്പം സെറ്റ് വന്നപ്പോൾ കണ്ണൻ എന്നുള്ള സംഭവം വന്നപ്പോൾ അന്ന് കണ്ണൻ പറഞ്ഞ എൻ്റെ വീട്ടുപേര് വെച്ചിട്ട് കുറച്ച് പൊതുപ്രവർത്തനമൊക്കെ എനിക്കുണ്ടായിരുന്നു. ഓ, ഏത് പാർട്ടി? പാർട്ടിയല്ല, പൊതുപ്രവർത്തനം. അതായത് നാട്ടില് ക്ലബ്ബ് കാര്യങ്ങളൊക്കെ. അങ്ങനെ അപ്പം നമ്മൾ ഓരോ പ്രോഗ്രാം ചെയ്യുമ്പോൾ കണ്ണൻ വൃന്ദാവനം അങ്ങനെ. അപ്പൊ നാട്ടുകാർക്ക് മുഴുവൻ ഞാൻ കണ്ണൻ എന്നറിയുന്നത്, ഒഫീഷ്യൽ നെയിം അറിയില്ല. അപ്പോൾ ആ കണ്ണൻ്റെ കൂടെ വൃന്ദാവനം വെച്ച് വന്നിരുന്നു. സിനിമ വന്നു കഴിഞ്ഞപ്പോൾ അത് KK രാജീവാണ് ധനം കണ്ണൻ എന്നാക്കിയിട്ട് സീരിയലിൽ ആദ്യം പ്രയാണം സീരിയലിന് ടൈറ്റിൽ കൊടുക്കുന്നു. അങ്ങനെ അത് എങ്ങനെയോ പറഞ്ഞു. സിനിമയിൽ എങ്ങനെയാണത്? ഏതാ സിനിമയിൽ കണ്ണൻ തന്നെ ആയിരുന്നു, വെറും കണ്ണൻ എന്നാ വെച്ചിരുന്നേ. പിന്നെ അത് ഓട്ടോമാറ്റിക്കലി ഗ്രാജുവലി സിനിമാക്കാർ തന്നെ അത് ഏറ്റെടുത്ത് ധനം. പക്ഷെ വേറെ കണ്ണനും സിനിമകളിൽ ഇല്ല.
ഇല്ല, അധികം ഇല്ല. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഉണ്ട്. പക്ഷെ എങ്ങനെയോ ആ ധനം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തൊട്ട് ആൾക്കാർ ധനത്തിലേക്കാണ് അങ്ങനെ പറഞ്ഞ് ധനം കണ്ണെന്നുള്ള യൂഷ്വലായിട്ട്. ചേട്ടൻ 2 പെൺമക്കള്. എനിക്ക് 2 പെൺമക്കൾ. എന്ത് ചെയ്യുന്നു? മൂത്തയാൾ കാനഡയിൽ സെറ്റിൽഡാണ്, കല്യാണം കഴിഞ്ഞു. അത് കോവിഡ് സമയത്ത് ഞാൻ ഫോണിൽ കൂടെ അനുഗ്രഹിച്ചു വിട്ടൊരു കല്യാണം എന്നിട്ട് അവിടെ വെച്ച് വരും, നാട്ടിൽ നടത്താൻ പറ്റിയില്ല. രണ്ടാമത്തെ ആൾ ഗോപിക, മറ്റേ കൃഷ്ണ. അവൾ ഇപ്പം ക്ലൈമറ്റോളജിയാണ് പഠിച്ചത്, ഇപ്പം കോട്ടയത്ത് ജോലി ചെയ്യുന്നു. ചേട്ടൻ്റെ സ്വന്തം സ്ഥലം? ഞാൻ പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളിക്കാരൻ. ഓ, അപ്പം ഒരുപാട് സന്തോഷമുണ്ട് ചേട്ടനായിട്ട്. എന്താ പറയണ, ധനം കണ്ണൻ. പലർക്കും ഇന്നത്തെ കാലത്ത് പിള്ളേർക്ക് ധനം സിനിമ അറിയാം, പക്ഷെ അതിലൊരു മെയിൻ വില്ലനാണെന്ന് പലർക്കും അറിയില്ല. ഈ 2 മരണത്തിന്റെ അവസ്ഥയോടെ പറഞ്ഞു തരും, എളുപ്പമുള്ള രസകരമായ ഒരു കാര്യം നായോട് പറയാം. എനിക്കൊരു ഫാം ഹൗസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫാം ഹൗസ് ഭയങ്കര മഴയത്ത് എനിക്ക് ഈ കുടില് കെട്ടിയിട്ട് കിടക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഓല കൊണ്ട് കെട്ടിയിട്ട്, അപ്പം ഡള്ളപ്പ് മെത്തയൊക്കെ അടിച്ചിട്ട് കമ്പൊക്കെ അടിച്ചുള്ള കട്ടില മെത്ത ഇട്ടിട്ടുണ്ട്. രാത്രി ഞാൻ കിടന്നുറങ്ങി, നല്ല ഉറക്കത്തിൽ. ഭയങ്കര മഴയാണ്, ഇടയ്ക്ക് വെള്ളപ്പൊക്കം ഉണ്ടായോ സമയം ഉരുള് പൊട്ടി. രാത്രിയിൽ കംപ്ലീറ്റ് കാര്യങ്ങളും കെട്ടിടം ഉൾപ്പെടെ പോയി. കംപ്ലീറ്റ് തടിയുടെ ഇടയ്ക്ക് ഞാനും കട്ടിലും മാത്രം ജാമായിരുന്നു. ആ പ്രദേശം മൊത്തം നശിച്ചു, ഞാനും കട്ടിലും മാത്രം അവശേഷിച്ചു. അതൊന്ന് അവസാനം ഫയർഫോഴ്സ് വന്നിട്ടാണ് ഇത് ചെയ്തത്. അവിടെ തന്നെ എന്നെ ആന കൊല്ലാൻ പിടിച്ചായിരുന്നു, ആനവാൻമോതിരത്തിന്. പടത്തിൽ ആ സിനിമയ്ക്കകത്തുള്ള ആനയല്ല, യാദൃശ്ചികമായിട്ട് ആക്സിഡൻറ്റിൽ ആന കൊല്ലാൻ എൻ്റെ വണ്ടി തുറക്കുകയും ചെയ്തു. ആ എന്നെ കൊല്ലാൻ പിടിച്ച ആന തന്നെ അവിടുത്തെ തടി പിടിക്കാൻ എൻ്റെ തോട്ടത്തിൽ വരുന്നു. ഒരു ദിവസം മുഴുവൻ ഞാൻ ആനപ്പുറത്ത് കയറുകയാണ്. കൊല്ലാൻ വന്ന ആന തന്നെ അവസാനം അവിടെ തടി പിടിക്കാൻ വന്നു. പിന്നെ ലാസ്റ്റ് ഇപ്പോൾ കെ രാജുവിൻ്റെ വർക്കിൽ ഒരു ട്രാൻസ്പ്ലാന്റ് ഒരു പടം വർക്ക് ചെയ്യാൻ ഗജേന്ദ്ര ബാബയുടെ വർക്ക് കഴിഞ്ഞാൽ കെ രാജുവിൻ്റെ സെറ്റിലേക്ക് പോകുന്ന വഴിക്കാണ് കാർ ആക്സിഡൻ്റ് ഉണ്ടാകുന്നത്. ലങ്സ് ക്ലാപ്സ് ആയിരുന്നു, ICU കിടക്കുക. അപ്പം ഞാൻ തീർന്നു എന്നുള്ളത് ഉറപ്പായി. ഇവിടെ മെഡിക്കൽ കോളേജ് കൊണ്ട് ഇവിടുന്ന് അങ്ങ് കൊണ്ടുപോകായിരുന്നു. അപ്പം ലങ്സിൻ്റെ അകത്ത് ബ്ലഡ് കട്ട പിടിക്കുക. അപ്പം എൻ്റെ തൊട്ടടുത്തൊരാൾ കിടക്കും. അപ്പം ഡോക്ടർ പറഞ്ഞേരെ പിള്ളേരോടൊക്കെ പറഞ്ഞത് ഇനി പ്രതീക്ഷ വേണ്ട എന്നെക്കുറിച്ച് എന്ന് പറയാതിരിക്കുമ്പം അമേരിക്കയിൽ നിന്ന് വന്നൊരു മെഡിസിൻ അപ്പുറം കിടക്കുന്ന പേഷ്യൻറ്റ് കുത്തിവെക്കാൻ വന്നപ്പം സിറിഞ്ചിലെടുത്ത് അദ്ദേഹത്തിൻ്റെ കയ്യെ വെച്ചപ്പോൾ അങ്ങനെ മരിച്ചുപോയി. ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് എടുത്ത് ഇപ്പറേ കുത്താൻ പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ജീവിതത്തിൽ. അല്ല, ഇത് ഇൻസിഡൻ്റാ. ആ, ഇതൊക്കെ റിയലായിട്ട് നടന്ന കാര്യം ഈ പറയണേ. അല്ലല്ല, അത് മനസ്സിലായി. അപ്പൊ മരണത്തിനെ ഒരുപാട് പ്രാവശ്യം കൺമുന്നിൽ കണ്ടിട്ട് അപ്പൊ ഇനിയും നമുക്ക് ജീവിക്കാൻ മുന്നോട്ട് ഒരുപാട് കഥാപാത്രങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. അല്ല, എന്റെ വിശ്വാസം, ഞാൻ നേച്ചറിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, പ്രകൃതിയിൽ വിശ്വസിക്കുന്ന. ഞാനും മനസ്സിലായി. അഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മുടെ നിലനിർത്തുന്നുവെങ്കിൽ നമുക്കൊരു കർമ്മം ബാക്കിയുണ്ട്, അത് പൂർത്തീകരിക്കാതെ നമുക്കൊരിക്കലും ഭൂമി വിട്ടു പോകാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു കർമ്മബാധയത്തിലാണ് ഞാനും മായയല്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഞാനും പ്രപഞ്ചത്തിൽ വിശ്വസിക്കണം. എൻ്റെ ദൈവം എന്ന് പറഞ്ഞ പ്രപഞ്ചം ഞാനത് തന്നെ യൂണിവേഴ്സിനെ. ഇപ്പോൾ ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പോയി തൊഴുന്നു. ആ ദേവനാണെങ്കിലും ദേവിയാണെങ്കിലും ആ സോഡ് നമ്മൾ തന്നെ അവിടെ ഇരിക്കുന്നു. തീർച്ചയായും കാണാനുള്ളതും അവിടെ കൊടുക്കുന്ന ദീപാരാധന നമുക്ക് നമ്മളിലേക്ക് ഏറ്റുവാങ്ങാനും സാധിക്കണം. അപ്പം മാത്രമേ നമുക്ക് എനർജി വരുള്ളൂ. തീർച്ചയായും അത്രേ ഉള്ളൂ. അത് പലർക്കും അറിയില്ല. പിന്നെ തർക്കിക്കാൻ പോവാതിരിക്കുകയാണ് നല്ലത്. അത്രേ ഉള്ളൂ. എന്തായാലും ഇതൊരു ചെറിയൊരു സൗഹൃദം. ഞാൻ ഇപ്പോഴും പറയണ ഇതൊരു ഇൻ്റർവ്യൂ ഒന്നുമല്ല. കാരണം ഒരുപാട് ഇതേപോലെ അറിയപ്പെടുന്ന കലാകാരന്മാർ ഇന്നും പിറകിൽ നിൽക്കുകയാണ്. പക്ഷെ അവരെയൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരണം. അവരുടെ സിനിമകളും നമ്മൾ കാണണം. ഒരുപാട് കഴിവുള്ള കലാകാരികൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെയുണ്ട്. പക്ഷെ അറിയപ്പെടുന്നില്ല. ഒരു വിജയത്തിൻ്റെ പുറകിൽ അടുത്തൊരാളെ, ആ വിജയിക്കുന്ന ഒരാളെ മാത്രം മതി എന്ന് പറയുന്ന ഒരു കൂട്ടം, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ഒരു ചെറിയ കൂട്ടം സിനിമാ പ്രവർത്തകർ ഇന്നും നമ്മുടെ ചുറ്റുമുണ്ട്. അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ ഉള്ള ആർട്ടിസ്റ്റുകൾ മതി. ഇല്ല, കഴിവുള്ള ഒരു കഥാപാത്രം കൊടുത്താൽ അതെങ്ങനെ ചെയ്യണമെന്ന് അറിയുന്ന കലാകാരികൾ ഇന്ന് വളരെ അപൂർവമാണ്. ഞാൻ ആരെയും അടിച്ചാക്ഷേപിക്കുകയില്ല. പിന്നെ ഒരു നടനോ നടിയോ ഒരു പേയ്മെൻറ്റ് കൂട്ടെന്ന് പറയുമ്പം അർഹതപ്പെടുന്നവരെ ഇന്നും മറഞ്ഞു നിൽക്കുകയാണ്, അർഹതപ്പെട്ട കലാകാരന്മാരും കലാകാരികളും. അപ്പോൾ അവരെക്കുറിച്ച് എനിക്കൊന്ന് എടുക്കണം. കണ്ണൻ ചേട്ടൻ എന്ന് പറയുന്ന ഒരാൾ, നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറയുമ്പോൾ ഒരുപാട് പേർക്ക് അറിയാം. പഴയ ആൾക്കാർക്കൊക്കെ ധനം കണ്ണൻ എന്ന് പറയുമ്പോൾ അറിയാം. അസാധ്യ കഴിവുള്ളൊരു കലാകാരനാണ്. അദ്ദേഹത്തിന് ഇനി നമുക്ക് ബിഗ് സ്ക്രീനിലും സ്മോൾ സ്ക്രീനിലും കാണാൻ നമുക്ക് ഭാഗ്യമുണ്ട്.
തിരിച്ചും മായക്കും അങ്ങനെ സംഭവിക്കട്ടെ. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു എനിക്കുള്ളതാണെങ്കിൽ എന്നെ തേടി വരും. നമ്മുടെ എല്ലാം കാര്യതേ ഉള്ളൂ, നമുക്കുള്ളത് നമ്മളിലേക്ക് എത്തിച്ചേരും. കാരണം ആരുടെ മുന്നിൽ ചെന്നിട്ട് കൈനീട്ടി നിൽക്കാൻ, ഓച്ചാനിച്ച് നിൽക്കാൻ എനിക്ക് താല്പര്യം. അതൊരു അഹങ്കാരമല്ല. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ സിനിമയിൽ ബന്ധങ്ങൾ നിലനിർത്തുക. അതെ, നമുക്ക് വർക്ക് വരുമ്പോൾ അവർക്ക് സ്വയമേവ തോന്നും ഇന്നയാൾ ചെയ്തത്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെ വിജയിക്കുന്നവരുടെ പിറകിൽ മാത്രം, ഇവിടെ നിന്നല്ല എല്ലായിടും. പക്ഷെ ഇപ്പൊ ഒരു OTT പ്ലാറ്റ്ഫോമിലൊക്കെ ഞാൻ ഇപ്പൊ തമിഴ് തെലുങ്കൊക്കെ വരുമ്പോൾ അവിടെ അസാമാന്യമായ കഴിവുള്ള ഒരുപാട് കലാകാരന്മാരെ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥാപാത്രത്തിന് അനുസരണമായിട്ടുള്ള വ്യക്തികളെ കണ്ടെത്തി കാസ്റ്റ് ചെയ്യുന്ന പരിപാടി. പക്ഷെ ഇന്ന് അത് ഉണ്ടോ? ഇല്ല. ഇന്ന് നമ്മുടെ ചില സിനിമകൾ പരാജയപ്പെടാൻ ചില കഥാപാത്രങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇന്നും ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടറിന് അനുസരിച്ച അഭിനേതാവ് അഭിനേത്രിയെ ഇല്ല. അല്ല, വേറെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, ഐഡന്റിറ്റി ഇല്ലല്ലോ ഇന്ന് ആർക്കും ഐഡന്റിറ്റി ഇല്ല, നമുക്കറിയില്ല. ഇപ്പം മായയുടെ ഇന്ത്യയൊക്കെ ഭാഗ്യം വെച്ചാൽ അന്ന് നമ്മൾ ഉണ്ടായിരുന്നുകൊണ്ട് സമൂഹത്തിൽ വേറിട്ട് കുറച്ചെങ്കിലും ആൾക്കാർക്ക് 10 പേരെ എടുത്ത് 5 പേരെങ്കിലും എഴുതി കഴിഞ്ഞാൽ നമ്മളെ അറിയാൻ പറ്റുന്നുള്ളത് നമ്മുടെ ഐഡന്റിറ്റിയാണ്. പക്ഷെ ഇന്ന് വരുന്ന നൂറുകണക്കിന് ആൾക്കാർ വരുന്നുണ്ട്, ആരാണ് നമ്മൾ ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് പോലും അവരൊക്കെ ആരാണ് എന്താണെന്ന് പോലും അറിയാൻ മേലാത്ത രീതിയിലാണ് നിൽക്കുന്നത്. ഒരു പടം 2 മണി കഴിഞ്ഞ് അവർ അസോസിയേഷൻ മെമ്പർഷിപ്പ് എടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്, പോകുന്നുണ്ട്. ഓരോ പേര് പോലും അറിയില്ല, നമ്മളെ മനസ്സിൽ ആ കഥാപാത്രങ്ങൾ നിൽക്കുന്നില്ല. അതുപോലെ പല പാട്ടുകൾ. അതെ, ഇതൊന്നും ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല. നെഗറ്റീവായിട്ട് ചിന്തിക്കലും നമ്മൾ എന്താണ് പറയുന്നത് അത് മനസ്സിലാക്കുന്ന എടുക്കുന്നതും അപ്പുറത്ത് നിൽക്കുന്ന ഒരാളുടെ വൈബ് പോലെ ഇരിക്കും. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം കണ്ണൻ ചേട്ടാ. ഒരുപാട്, കാരണം എനിക്ക് കണ്ണൻ ചേട്ടൻ്റെ വിലയേറിയ സമയം കുറച്ചു നേരമെങ്കിലും എനിക്ക് തന്നതിന് ഒരുപാട് സന്തോഷം. ഓക്കെ.